ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടെത്തി. 38 ദിവസത്തിന് ശേഷം രാവിലെ മണ്ഡലത്തിലെത്തിയ രാഹുൽ സ്വകാര്യ പരിപാടികളിൽ മാത്രമാണ് പങ്കെടുത്തത്. വൈകിട്ട് 4:15 എന്നാൽ രാഹുൽ MLA ഓഫീസിലെത്തി. പ്രാദേശിക നേതാക്കൾ രാഹുലിനെ സ്വീകരിച്ചു. താൻ പാലക്കാട് തന്നെ ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. എന്നാൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണമുണ്ടായില്ല. അല്ല, ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. വിശദമായിട്ട് തന്നെ കാണാം, വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഇതിന് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. കേട്ടോ, ഞാൻ പറയുന്നതിനപ്പുറമാണല്ലോ വാർത്തകളൊക്കെ. ഇല്ലാണ്ടിരിക്കാൻ കാര്യം എന്താ? പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാലത്തും നമുക്കങ്ങനെ നിഷേധാത്മകമായ സമീപനമൊന്നുമല്ലോ. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാളല്ലേ ഞാൻ. പ്രതിഷേധങ്ങൾ ഉണ്ടാകട്ടെ. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളല്ലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ നടക്കട്ടെ. ബാക്കി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുമെന്ന് ഡിവൈഎഫ്ഐയും BJPയും പ്രതികരിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ പാലക്കാട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, അങ്ങനെ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നു, സ്വന്തം മണ്ഡലത്തിലെത്തുന്നു, MLA ഓഫീസിലെത്തുന്നു, അവിടെ പാർട്ടി പ്രവർത്തകർ ചേർന്ന് സ്വീകരിക്കുന്നു. അപ്പോഴും DCC നേതൃത്വം പറയുന്നു തങ്ങളുടെ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അത്? കോൺഗ്രസ് ഏത് രീതിയിലാണ് അവിടെ പാലക്കാട് ഇതിനെ ചർച്ചയാക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ വിപിൻ? 38 ദിവസങ്ങൾക്ക് ശേഷം ഇനി അങ്ങോട്ടേക്ക് മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം ഇന്നിപ്പോൾ വൈകുന്നേരം സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ പ്രതീക്ഷിച്ച അത്ര വലിയ ഒരു പ്രതിഷേധമില്ലാതെയാണ് ഈ പകൽ കടന്നു പോകുന്നത് എന്നുള്ളത് ആണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതിന് ശേഷം ആദ്യം അദ്ദേഹം പ്രവർത്തകരുടെ വീട്ടിൽ പോകുന്നു, അവരുടെ ബന്ധുക്കൾ മരിച്ചതിനൊക്കെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയത്. അതായത് വലിയ വിവാദങ്ങളും ആരോപണങ്ങൾക്കും ഒക്കെ ശേഷം 38 ദിവസങ്ങൾക്ക് ശേഷം ഈ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ആ ഒരു രീതിയിലല്ലാതെ ഒരു സാധാരണ ഒരു MLA ഒരു സാധാരണ ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കുമോ അതിൻ്റെ പ്രവർത്തകരുടെ വീടുകളിലേക്ക് പോകുന്നു, MLA ഓഫീസിലേക്ക് പോകുന്നു, ആ രീതിയിലായിരുന്നു. അതൊരു സാധാരണ ദിവസം എന്നുള്ള പോലെയായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രീതി ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം മണ്ണാർക്കാടുള്ള പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് MLA ഓഫീസിലേക്ക് വരുന്നു. 5 മണിക്ക് MLA ഓഫീസിൽ എത്തിയതിന് ശേഷമാണ് ഇന്ന് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറായത്. അതാകട്ടെ വിശദമായി പിന്നീട് സംസാരിക്കാമെന്നും ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകാതിരിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഉണ്ടാകുമെന്നുള്ളതും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. താൻ പറയാത്ത ചില കാര്യങ്ങളാണ് വാർത്തയായിട്ട് വരുന്നത് എന്നുള്ളതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി എടുത്തു കാണിക്കേണ്ടത് ഇതിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെയൊക്കെ ഒരു സാന്നിധ്യം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് പ്രാഥമികമായി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും ഇവിടെ എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായാൽ അതിൽ തങ്ങൾക്കൊരു തടയലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വം പറയുമ്പോഴും ഇന്ന് DCCയുടെ അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നടപടിയെടുത്തു എന്ന് കരുതിയിൽ കണ്ടാൽ മിണ്ടാതിരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു ആശ്ലേഷമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ഇന്നത്തെ ആദ്യ ദിവസം പോകുന്നത്. പക്ഷേ പൊതുപരിപാടികളിലേക്ക് പോവുകയാണെങ്കിൽ BJPയും DYFIയും ഒരു സമരവുമായി രംഗത്തെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിന്റെ മുൻപിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായത്. ശരി, വരും ദിവസങ്ങൾ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വിപിൻ സി വിജയനാണ് പാലക്കാട് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.